2:44 വാക്യം, അതായത് മത്തായി 5:42 ഭാഗത്തിൽ പറയുന്നത് നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ്. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. ഞാനത് താഴോട്ട് വരുമ്പോൾ പറയാം. ഇതെല്ലാം നമുക്ക് അറിയാവുന്നുള്ളതും നമുക്കെല്ലാം ഒത്തിരി നമ്മൾ കേട്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ഇതിനകത്ത് പുതുമയൊന്നും നമുക്ക് തോന്നാറില്ല. പക്ഷേ നമ്മൾ പുതുമ തോന്നാതെ കേട്ട് പരിചയിച്ച് പലതും നമ്മൾ പുറംതള്ളിയിട്ടിരിക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്ന ആത്മീക അർത്ഥങ്ങളും ദൈവം ഉദ്ദേശിക്കുന്നതുമായ കാര്യങ്ങളെ നാം അവഗണിക്കാൻ പാടില്ല. നമ്മൾ കേട്ട് പരിചയിച്ചതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകണമെന്നില്ല. പരിചയപ്പെട്ടതിനെ പ്രായോഗികമാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ വചനധ്യാനങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്ന്, ദൈവത്തിൻ്റെ സൽഗുണം എന്ന് പറയുമ്പോൾ ശത്രുക്കളെ സ്നേഹിക്കുന്നുള്ളതാണ്. 2, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് കർത്താവ് വെറും വാക്കായിട്ട് പറഞ്ഞതല്ല. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത്ര ലളിതമായൊരു കാര്യമൊന്നുമല്ല. നമുക്ക് അത്രത്തോളം വിശാലമായ ഒരു മനസ്സ് വരാത്തിടത്തോളം കാലം അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുകയുമില്ല. എന്നാൽ യേശു ഇത് വെറും ഒരു ഉപദേശമായി മാത്രം പറഞ്ഞതല്ല. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം, ലൂക്കോസ് 23:34 യേശു കർത്താവ് തന്നെ പറഞ്ഞു, പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയായികൾ. നമ്മളിതെല്ലാ ദുഃഖവെള്ളിയാഴ്ചകളിലും ഗുഡ് ഫ്രൈഡേസിലെല്ലാം യേശു കർത്താവിൻ്റെ 7 മൊഴികൾ എന്നുള്ളതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ നമ്മൾ പ്രസംഗിക്കാറുണ്ട്. വളരെ ആകർഷണീയമായ രീതിയിൽ ഒക്കെ നമ്മൾ പ്രസംഗിക്കാറുണ്ട്. എന്നാൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്, യേശു കർത്താവ് പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും പറയുകയും ഒന്നും ചെയ്തത് മാത്രമല്ല, താൻ പറഞ്ഞതെന്തോ അതുപോലെ ചെയ്തു എന്നുള്ളതാണ്. കർത്താവ് തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു മാതൃക കാണിച്ചു. ആ മാതൃക തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി, തൻ്റെ അങ്കി ചീട്ടിട്ടവർക്ക് വേണ്ടി, തന്നെ പരിഹസിച്ചവർക്ക് വേണ്ടി, തന്നെ നിന്ദിച്ചവർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് വളരെ മനോഹരമായ ആ ഒരു പ്രാർത്ഥന യേശു പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന നമുക്ക് സാധ്യമാകുമോ? മനുഷ്യർക്ക് സാധ്യമാകുമോ? യേശു ദൈവപുത്രനായതുകൊണ്ട് സാധിച്ചു നമ്മൾ പറയാം. പക്ഷെ മനുഷ്യർക്ക് സാധ്യമാകുമോ? ആകുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിൻ്റെ 60-ാമത്തെ വാക്യത്തിൽ ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായി തീർന്ന, മേശമേൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ ഒരുവനായ സ്തെഫാനോസ് അഥവാ സ്റ്റീഫൻ പ്രാർത്ഥിച്ചത്. അദ്ദേഹം സുവിശേഷം വിളിച്ചു പറയുമ്പോൾ കോപാകുലന്മാരായ സുവിശേഷ വിരോധികൾ കല്ലെറിഞ്ഞ് അദ്ദേഹത്തെ കൊല്ലുമ്പോൾ, ആ മരണത്തിലെ താൻ അഭിമുഖീകരിക്കുമ്പോൾ, മരണത്തെ മുഖാമുഖമായി കാണുമ്പോൾ, തൻ്റെ പ്രാണൻ ഈ ലോകത്ത് നിന്ന് വിട്ടുപോകുന്ന ആ അവസാന നിമിഷത്തെ അദ്ദേഹം പ്രാർത്ഥിച്ചതാണ്, കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുതേ, അവരുടെ മേൽ ഈ പാപം ചുമത്തരുതേ എന്ന അർത്ഥത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാണത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത്? കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴം ഉള്ളിലേക്ക് വന്നപ്പോൾ, യേശു പഠിപ്പിച്ച ആ തൻ്റെ സൽഗുണം അത് സ്വഭാവത്തിലൂടെ വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ, തന്നെ കല്ലെറിഞ്ഞവർക്ക് വേണ്ടിയും അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അവരെ ഇല്ലാതാക്കി കളയണമേ എന്നുമല്ല, അവരുടെ പാപം കണക്കിടരുതേ, അവരുടെ പാപം നിർത്തരുതേ, അത് നിലനിർത്തരുതേ, അവരുടെ പാപം അവരുടെ മേൽ ചുമത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാണനെ വെടിയുന്ന ആദ്യത്തെ രക്തസാക്ഷി നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ക്രൈസ്തവ സഭയ്ക്ക് ഒരുപാട് പീഡകളും ഉപദ്രവങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, വ്യക്തിപരമായി തന്നെ ദൈവമക്കളെ ഹിംസിക്കുന്നവർ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് യേശുവിൻ്റെ സൽഗുണം, അതിൻ്റെ താല്പര്യം നമ്മിൽ പൂർത്തീകരിക്കപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ആ വെളിപ്പാട് ഉൾക്കൊണ്ടുകൊണ്ടാണ് പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമുക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു വിഷയമാണത് എന്ന് നാം ഈ കാലത്തിൽ മനസ്സിലാക്കണം. നാം ശത്രുക്കളെ സ്നേഹിക്കുവാനും അതുപോലെ തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, അവരുടെ തിന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് ഇടയായിത്തീരണം. മൂന്നാമതായി മത്തായി സുവിശേഷം 5-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നത് എന്താണ്? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് നിങ്ങളിത് ചെയ്യണം. അവിടുന്ന് ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യൻ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. കർത്താവ് താൻ തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തിനു വേണ്ടി, രക്ഷിക്കപ്പെട്ട ജനത്തിനു വേണ്ടി മാത്രം സൂര്യനെ കൊടുക്കുന്നവനല്ല, അവർക്ക് വേണ്ടി മാത്രം വെയിൽ കൊടുക്കുകയും അവർക്ക് വേണ്ടി മാത്രം മഴ കൊടുക്കുകയും ചെയ്യുന്നവനല്ല. പിന്നെ എന്താണ്? കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു, ദുഷ്ടന്മാർക്കും നല്ലവർക്കും സൂര്യനെ അവിടെ നിന്ന് ഉദിപ്പിക്കുന്നു, വെയിൽ കൊടുക്കുന്നു. പിന്നെ ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും മഴ പെയ്യിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ അവൻ വെയിലും മഴയും കൊടുക്കുന്നു. അവരുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കും നന്മകളെ നൽകുന്നു, പ്രാണവായുവിനെ നൽകുന്നു. അതിൻ്റെ അർത്ഥം ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും ഒരുപോലെ അവരുടെ ജീവിതത്തിന് വേണ്ടതായ നന്മകളെ നൽകുന്ന ദൈവം, അതവൻ്റെ സൽഗുണമാണ്. അത് നമ്മിൽ നിറവേറണം. അതെന്താണ്? എല്ലാവർക്കും ഒരുപോലെ ദയ കാണിക്കുക എന്നുള്ളതാണ്. എല്ലാവരോടും ഒരുപോലെ ദയ കാണിക്കുക. അതാണ് കർത്താവിൻ്റെ സൽഗുണങ്ങളിൽ മറ്റൊരു പ്രത്യേകതയായി യേശു കർത്താവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പം എല്ലാവർക്കും ഒരുപോലെ അവൻ മഞ്ഞും മഴയും വെയിലും എല്ലാം കൊടുക്കുന്നത് പോലെ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യുവിൻ
എല്ലാവർക്കും തുല്യമായി അവൻ ക്രൈസ്തവനെന്നോ അക്രൈസ്തവനെന്നോ ദുഷ്ടനെന്നോ നീതിമാനെന്നോ വ്യത്യാസമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം എല്ലാവരോടും ദയ കാണിക്കണം എന്ന് ഈ പിതാവിൻ്റെ സൽഗുണത്തെ വെളിപ്പെടുത്തുന്നതിലൂടെ യേശു പഠിപ്പിക്കുകയാണ്. 46-ാമത്തെ വാക്യത്തിൽ ഇത്രയും കാര്യം പറഞ്ഞിട്ട് യേശു ചോദിക്കുകയാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ നമുക്ക് എളുപ്പമാണ്, നമ്മെ സഹായിക്കുന്നവരെ സഹായിപ്പാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ നമുക്ക് തിന്മ ചെയ്യുന്നവരെ, നമ്മളെ വന്ദനം ചെയ്യുന്നവരെ വന്ദിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ നമുക്ക് ഉപദ്രവം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് നന്മ ചെയ്യുവാനും അവരോട് ദയ കാണിക്കാനും ഒക്കെ കഴിയുന്നുണ്ടോ? ഈ വക കാര്യങ്ങൾ സാധാരണഗതിയിൽ ചെയ്യാൻ ഒരു മനുഷ്യന് പ്രയാസമാണ്. പക്ഷേ അത് ചെയ്യണമെങ്കിൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുകയും കർത്താവിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ദൈവമക്കളാകാൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ ദൈവമക്കളായി എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സദ്ഗുണങ്ങൾ, ദൈവത്തിൻ്റെ സദ്ഗുണങ്ങൾ നമ്മിലൂടെ പ്രകടമാകുന്നത്. നമ്മൾ സാധാരണ ഒരു ദൈവത്തിൻ്റെ പൈതലല്ലാത്തൊരു മനുഷ്യന് ശത്രുവിനെ സ്നേഹിക്കുവാനോ അവന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുവാനോ നീതിമാന്മാർക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ തന്നെ ഉപദ്രവിക്കുന്നവർക്കും ദുഷ്ടന്മാർക്ക് വേണ്ടി ചെയ്യുവാനോ പ്രയാസമാണ്. എന്നാൽ കർത്താവിൻ്റെ മക്കളായി മാറിക്കഴിയുമ്പോൾ നമുക്കത് ചെയ്യുവാൻ കഴിയുമ്പോഴാണ് ശരിയായ വിധത്തിൽ നാം ദൈവമക്കളെന്ന് തെളിയിക്കുവാൻ കഴിയുന്നത്. ഇതാണ് പൗലോസ് ഉൾക്കൊണ്ടുകൊണ്ട് താൻ ആ വെളിപ്പാടോടുകൂടെ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ സൽഗുണത്തിലുള്ള സകല താല്പര്യവും നിങ്ങളിൽ പൂർണ്ണമാകണം, കർത്താവിൻ്റെ സദ്ഗുണങ്ങൾ എന്നിൽ പൂർണ്ണമാകണം, അവൻ്റെ സ്വഭാവങ്ങൾ എന്നിലൂടെ വെളിപ്പെടണം. അപ്പോഴാണ് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമായി നമ്മൾ മാറുന്നത് എന്ന് വ്യക്തമായി കാണുന്നു. നമുക്ക് വളരെ വ്യക്തമായി നമ്മുടെ ജീവിത രീതികൾ ഈ സാധാരണ രീതിയിൽ, കാരണം കർത്താവ് പറഞ്ഞു ചുങ്കക്കാരും പാപികളും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് തങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുക എന്നുള്ളത്, തങ്ങളെ വന്ദിക്കുന്നവരെ മാത്രം വന്ദിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത്. എന്നാൽ നിങ്ങളെ ബഹുമാനിക്കാത്തവർക്കും ബഹുമാനം കൊടുക്കുവാൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെയും സ്നേഹിക്കുവാൻ കഴിയുന്നത് അസാധാരണമായ ഒരു പ്രവൃത്തിയാണ്. ലോകക്കാർക്ക് അത് ചെയ്യുവാൻ പ്രയാസമായി തോന്നുമ്പോഴും ശരിക്കും നാം ലോകക്കാരനേക്കാളും ഉന്നതമായ ജീവിത നിലവാരങ്ങളിലേക്ക് എത്തുമ്പോൾ മാത്രമേ ലോകത്തെ നമുക്ക് സ്വാധീനിക്കുവാൻ കഴിയുകയുള്ളൂ. ക്രിസ്തു അങ്ങനെയാണ് ലോകത്തെ മുഴുവനും സ്വാധീനിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് അനേകമായിരങ്ങളെ, കൊലപാതകികളെ, ദുഷ്ടന്മാരെ ഒക്കെ ആകർഷിച്ച് ജീവിത രൂപാന്തരം വരുത്തുവാൻ ഇടയായിത്തീർന്നത്. അപ്പോൾ ആ വിധത്തിൽ ദൈവ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത്. ദൈവത്തിൻ്റെ ശക്തിയും ദൈവിക അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ കൃപാവരങ്ങളും നമ്മളിലൂടെ ജ്വലിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അത് ആവശ്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലൂടെ വെളിപ്പെടാനായിട്ട് ഈ ദിവസങ്ങൾ നമ്മൾ എന്തുമാത്രം ദൈവസന്നിധിയിൽ വിധേയപ്പെടുത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു. ആ വെളിപ്പാട് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്നിലൂടെ അത്ഭുതങ്ങൾ നടക്കണം, പ്രവചനങ്ങൾ ഉണ്ടാകണം, രോഗശാന്തി ഉണ്ടാകണം, വീര്യപ്രവൃത്തികൾ ഉണ്ടാകണം, ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടണം, അവരെല്ലാം ദൈവവചനം കേൾക്കണം, വലിയ പേരുണ്ടാകണം, പ്രശസ്തി ഉണ്ടാകണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് മാത്രം നമ്മൾ കൃപകൾക്കും വരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് സമയം കളയുമ്പോൾ പൗലോസിന് കിട്ടിയ വെളിപ്പാടിൻ്റെ ആഴം മനസ്സിലാക്കണമേ. ദൈവത്തിൻ്റെ സൽഗുണത്തിൻ്റെ ആ താല്പര്യം പൂർണ്ണമായി നമ്മിൽ വെളിപ്പെടണം എന്ന് പറയുകയാണ്. അപ്പോൾ കൃപാവരങ്ങളും മറ്റുള്ളതെല്ലാം വെളിപ്പെടട്ടെ, അത് ജനത്തിനു വേണ്ടിയിട്ടാണ്. എന്നാൽ നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തെ നിലനിർത്തുവാൻ ദൈവത്തിൻ്റെ സൽസ്വഭാവങ്ങൾ നമ്മിൽ പൂർത്തീകരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ മറ്റൊരു സമയത്ത് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു യൗവനക്കാരനോട് സംസാരിക്കുന്നത് കാണാനായിട്ട് എഴുതുന്നുണ്ട്. അത് നമുക്ക് വളരെ പരിചയമായിട്ടുള്ള ഒരു ഭാഗമാണ്. ഞാൻ വേഗത്തിൽ അത് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, 20 മുതൽ ഞാൻ വായിക്കാം. യൗവനക്കാരൻ യേശുവിനോട് ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്തെന്ന് പറഞ്ഞു. അതായത് നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടൊരു മതഭക്തൻ, യൗവനക്കാരൻ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. കർത്താവിനോട് പറഞ്ഞു, നീ കൽപ്പനകളെ പ്രമാണിക്കുക. അതിന് മുകളിലോട്ടുള്ള വാക്യങ്ങൾ വായിക്കാൻ നമുക്കറിയാം. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ. അപ്പം ഈ കൽപ്പനകൾ പറയുമ്പോൾ ഈ വളരെ മതഭക്തനായിട്ട്, വളരെ ആത്മീയമായിട്ട് സ്പിരിച്വലാണെന്നുള്ള ചിന്താഗതി നിൽക്കുന്ന ഈ മതഭക്തനായ യുവാവ് പറയുകയാണ്, ഇതെല്ലാം ഞാൻ വളരെ ചെറുപ്പം മുതലേ ചെയ്യുന്നുണ്ട്, ഇനി എന്താണ് എനിക്ക് കുറവുള്ളത്? കൽപ്പനകളെല്ലാം പ്രമാണിക്കുന്നതിന് ഇനി എന്താണ് കുറവുള്ളത്? ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവന് ഇനി എന്താ കുറവുള്ളത്? ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുകയാണ് ഈ മനുഷ്യൻ. 19-ാം അധ്യായം 17 മുതൽ നമ്മൾ 20 വരെ വായിക്കുമ്പോൾ കാണാം. അപ്പോൾ ഇവൻ ശരിക്കും കൽപ്പന പ്രമാണിച്ച് ദൈവത്തിൻ്റെ സൽഗുണങ്ങളാൽ ജീവിക്കുന്നവനാണ്. ആ കൽപ്പനകളിലെല്ലാം ദൈവത്തിൻ്റെ സൽഗുണങ്ങളെയാണ് വെളിപ്പെടുത്തുന്നത്. അതിന് പ്രകാരം ജീവിക്കുന്നവനാണെന്നൊരു ബോധ്യത്തിൽ നിൽക്കുകയാണ്.
യേശു അവനോട് പറഞ്ഞു എന്താണ്? 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, യേശു അവനോട്, സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞു, നീ സൽഗുണപൂർണ്ണനാകുവാൻ ആഗ്രഹിക്കുന്നു, നിനക്ക് സൽഗുണങ്ങളുണ്ട്, പക്ഷെ സൽഗുണപൂർണ്ണനാകുവാൻ ആഗ്രഹിക്കുന്നു. അല്ലെ പൗലോസിൻ്റെ പ്രാർത്ഥന നോക്കണമേ, ഈ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ സൽഗുണത്തിൻ്റെ പൂർണ്ണത സകല താല്പര്യത്തോടും കൂടെ പൂർണ്ണമാകുവാൻ വേണ്ടിയിട്ടാണ് തൻ്റെ പ്രാർത്ഥന. യേശു കർത്താവ് വളരെ വ്യക്തമായി പറയണം, നിനക്ക് സൽഗുണങ്ങളുണ്ട്, നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്, നന്മയുണ്ട്, പക്ഷേ അതിൽ പൂർണ്ണനാകണമെങ്കിൽ നിനക്കുള്ളതൊക്കെ വിൽക്കുക, അത് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. എന്താണിത് മനസ്സിലാക്കിക്കുന്നത്? ഉള്ളതെല്ലാം വിറ്റിട്ട് നമ്മൾ ദരിദ്രന്മാരായി തീരണമെന്നാണോ? ഇവിടെ കർത്താവ് അവൻ എന്താണെന്നുള്ള ബോധ്യം അവന് കൊടുക്കുകയാണ്. അവൻ അവകാശപ്പെടുന്നത് ഞാൻ സൽഗുണപൂർണ്ണനാണ്, ഞാൻ ദൈവസ്വഭാവത്തിൽ ജീവിക്കുന്നവനാണ്, ഞാൻ കൽപ്പനകൾ പ്രമാണിക്കുന്നവനാണ് എന്നുള്ള ഒരു മൂഢബോധത്തിൽ താൻ നടക്കുകയാണ്. റിച്വലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. പള്ളിയിൽ പോകുന്നുണ്ടാകാം, ദശാംശം കൊടുക്കുന്നുണ്ടാകാം, പിന്നെ യാഗകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകാം, എല്ലാം ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ട് ഞാൻ വളരെ പെർഫെക്റ്റ് ആണെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. ഇനി വല്ല കുറവുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, നീ വലിയ സമ്പന്നനാണ്, അതുകൊണ്ട് നീ ഈ കൂട്ടുകാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നിൻ്റെ കൂട്ടുകാരിൽ ദരിദ്രന്മാരുണ്ടോ? നിൻ്റെ കൂട്ടുകാരന്മാരിൽ എളിയവരായിട്ടിരിക്കുന്നവരുണ്ടോ? നിൻ്റെ കൂട്ടുകാരന്മാരിൽ ആവശ്യത്തോടിരിക്കുന്നവർക്കുണ്ടോ? അവർക്ക് വേണ്ടി നീ എന്താ ചെയ്യുന്നത്? ആ സ്നേഹം നീ ഉണ്ടെന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നു, കൂട്ടുകാരനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വാക്കുകളിലൂടെ അല്ല, നിൻ്റെ പ്രവൃത്തിയിലൂടെ അത് ചെയ്യണം. അതിന് നീ ചിലപ്പോൾ ഇച്ചിരി നൊന്ത് ആ സഹായം ചെയ്യേണ്ടി വരും, ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടി വരും, ഇച്ചിരി വേദന അനുഭവിക്കേണ്ടി വരും. നിൻ്റെ ആ സ്നേഹത്തിനകത്ത്, ദരിദ്രന്മാരോടുള്ള സ്നേഹത്തിൽ, കരുണ കാണിക്കുന്നതിൽ നീ ഇച്ചിരി വേദന അനുഭവിക്കേണ്ടി വരും. എങ്ങനെയാണ്? നിനക്ക് വിലയേറിയതായി നീ കരുതിയിരിക്കുന്ന പലതുമുണ്ട്, അത് വിറ്റ് എളിയവർക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ നീ സൽഗുണപൂർണ്ണനാകും. വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്. നോക്കുക, ഈ ഉപദേശങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സോടെ മറന്ന് സൈഡിലിട്ടിട്ട് നമ്മൾ വേറെ പല ഭയങ്കര ആത്മീയതകളിലേക്ക് നമ്മൾ പോവുകയാണ്. ബേസിക്കായിട്ട് കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളും യേശു തന്നെ പറഞ്ഞതുപോലെ, ഒട്ടകത്തെ നമ്മൾ മുഴുവനോടെ വിഴുങ്ങുകയും പിന്നെ കൊതുകിനെ നമ്മൾ അരിച്ചെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയാണ്. വളരെ ബേസിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളിൽ ഇനിയും മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നോക്കുക, നിനക്ക് സൽഗുണപൂർണ്ണനാകാൻ കഴിയണമെങ്കിൽ ഒന്ന്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രന് കൊടുക്കാനും എന്നെ അനുഗമിക്കാനുമുള്ള മനസ്സ് നിനക്കുണ്ടാകണം. അപ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 22-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, കൽപ്പനകൾ പ്രമാണിക്കുന്നെന്ന് അവകാശപ്പെടുന്നവൻ അത് ശരിയല്ല, ഇനി നിനക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് കർത്താവ് ബോധ്യം കൊടുക്കുമ്പോഴും അനുതാപമില്ലാത്ത ദുഃഖത്തോടെ, മാനസാന്തരമില്ലാത്ത ദുഃഖത്തോടെ അവൻ മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഇവിടെ കർത്താവിനെ അനുഗമിക്കാനും മനസ്സില്ല, എളിയവനെ സ്നേഹിക്കാനായിട്ട് തനിക്കുള്ളതിന് ചിലത് വിൽറ്റുകളയാനും മനസ്സില്ലാത്തവനായി അവൻ മാനസാന്തരമില്ലാത്തവനായി പോവുകയാണ്. അവൻ സൽഗുണപൂർണ്ണനല്ല എന്ന ബോധ്യമാണ് കർത്താവ് വരുത്തുന്നത് അവിടെ. നോക്കുക, ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒത്തിരി ആലോചിച്ചു അത് പറയണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ അത് സ്വയം പുകഴ്ചാകാതിരിക്കാൻ, പക്ഷേ കേൾക്കുന്ന ആർക്കെങ്കിലും അതൊരു പ്രചോദനമായി തീരുമെങ്കിൽ ഞാനൊരു സാക്ഷ്യമായിട്ട് അത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ, ഒരു ദൈവവേല ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇല്ലായ്മകളെക്കുറിച്ചും വിഷമങ്ങളും കടത്തിൻ്റെ വളരെ ഉന്നതമായ ഒരു അവസ്ഥയിൽ താൻ വളരെ ഭാരപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഞാൻ അറിയാനിടയായി. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയോട് അത് ഷെയർ ചെയ്തു. ഇങ്ങനെ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ന ദൈവവേലക്കാരൻ തൻ്റെ ജീവിതത്തിൽ വളരെ കടങ്ങളിലൂടെ കടന്നുപോവുകയാണ്, അത്യാവശ്യം കടം തീർക്കണം, വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പറയുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നമുക്കെന്ത് ചെയ്യാൻ കഴിയും? പ്രാർത്ഥിക്കാം, ഒരു കാര്യം ചെയ്യാം, എൻ്റെ കയ്യിൽ ഒരു മാല ഇരിപ്പുണ്ട്, 1 പവൻ്റെ ഒരു സ്വർണ്ണമാല, നമുക്കത് വിറ്റ് അദ്ദേഹത്തിന് കൊടുത്താലോ? ഞാൻ പറഞ്ഞു, നിനക്കങ്ങനെ തോന്നുന്നെങ്കിൽ, ഒരു ദൈവവേല ചെയ്യുന്ന ഒരാളല്ലേ, നമുക്കത് ചെയ്യാം. അങ്ങനെ ആ 1 പവൻ്റെ മാല വിറ്റ് കാശെടുക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ടിടയായി. ഞാൻ പറഞ്ഞത്, ആവശ്യങ്ങളേറെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ മറ്റൊരുവൻ്റെ ആവശ്യത്തിൽ നമുക്ക് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ദൈവം കുറവുകൾ വരുത്തിയിട്ടില്ല. ഞാൻ എപ്പോഴെങ്കിലും ഞെരുക്കത്തിലെത്തുമ്പോൾ ഇത് ഞാൻ പബ്ലിക്കിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു വിഷയമാണ്. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് ധ്യാനിക്കാറുണ്ട്. ഞാനിത് പറഞ്ഞത് ഒരിക്കലും സ്വയം പുകഴ്ചയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, അത് വലിയ കാര്യവുമല്ല. പക്ഷേ ആർക്കെങ്കിലും അതൊരു പ്രചോദനമായി തീരുമെങ്കിൽ മാത്രം അതൊരു സാക്ഷ്യമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ അത് മറന്നേ കളയുക. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ആവശ്യത്തിലിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി നമുക്കുള്ളത് ചിലത് വിറ്റും കൊടുക്കാൻ
ഇത് ഇന്നത്തെ കാലത്ത് അത്ര ബുദ്ധിയുള്ള ഒരു വിഷയമല്ല ഞാൻ പറയുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ദൈവത്തിൻ്റെ പ്രചോദനവും ദൈവിക നടത്തിപ്പും ദൈവത്തിൻ്റെ ആലോചനയ്ക്കും അനുസൃതമായി ദൈവ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നേറുവാൻ, അതിലൂടെ ഈ കർത്താവിൻ്റെ സൽഗുണം നമ്മിലൂടെയും വെളിപ്പെടുവാൻ കാരണമായി തീരണം. അതിനായി ദൈവകരങ്ങളെ ഏൽപ്പിക്കണം. നമ്മുടെ സമയം തീരുകയാണ്. എനിക്ക് പറയാനും പല കാര്യങ്ങളുണ്ടെങ്കിലും തൽക്കാലം ഞാൻ അതിനെ കട്ട് ഷോട്ട് ചെയ്ത് നിർത്തുകയാണ്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. സൽഗുണപൂർത്തിയുള്ള പുരുഷൻ വാക്കിനെ അടക്കി സൂക്ഷിക്കുന്നവനെന്നാണ്. പക്ഷെ ഞാനും നിങ്ങളൊക്കെ പലപ്പോഴും അറിയാതെ വരുന്ന വാക്കുകൾ നിമിത്തം പലപ്പോഴും വ്യസനിച്ചിട്ടുണ്ട്, അല്ലേ? പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന പഴഞ്ചൊല്ലുണ്ടല്ലോ, കൈവിട്ടുപോയ ആയുധവും വാവിട്ടുപോയ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കാൻ കഴിയുന്നവൻ സൽഗുണപൂർത്തിയുള്ളവനായി, ശരീരത്തെ മുഴുവനും നിയന്ത്രിപ്പാൻ കഴിവുള്ളവനായി അവൻ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു എന്നാണ്. മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാനത് അടുത്ത ആഴ്ച പറഞ്ഞോളാം. ഇന്നത്തെ സന്ദേശം ഇത്രയാണ് നമ്മൾ ചിന്തിച്ചത്. പൗലോസ് പ്രാർത്ഥിക്കുന്നത്, തെസ്സലോനിക്ക സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ സൽഗുണത്തിലുള്ള സകല താല്പര്യവും പൂർണ്ണമാക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ വിളിക്ക് നിങ്ങൾ യോഗ്യരായി തീരണം, എണ്ണപ്പെടണം. രണ്ടാമതായി അദ്ദേഹം പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ സൽഗുണത്തിലുള്ള സകല താല്പര്യവും പൂർണ്ണമാക്കണം. ഇതിങ്ങനെ കർത്താവിൻ്റെ സൽഗുണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ഇന്നും നാളെയും ഈ കാലങ്ങളിൽ ഒന്നും തീരത്തില്ല. പക്ഷെ നമുക്കത് പഠിക്കാനും ചിന്തിക്കാനും കഴിയുന്നില്ല. ഞാൻ ഈ വചനമെല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോഴെല്ലാം ദൈവസന്നിധിയിൽ നിന്ന് കരയുകയും ദൈവസന്നിധിയിൽ താഴ്ത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എനിക്കും അവരുടെ രൂപാന്തരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും സംഭവിക്കാനുണ്ട്. എൻ്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളോടും ഞാൻ പറയട്ടെ, ഈ വചനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വലിയ ആഴമേറിയ തിയോളജി ഒന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ അറിയാവുന്ന കാര്യങ്ങൾക്കകത്ത് നമ്മൾ അവഗണിച്ചിട്ടിരിക്കുന്ന പലതുമില്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ, ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ശത്രുക്കളെ സ്നേഹിക്കുവാൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എല്ലാവരോടും ഒരുപോലെ ദയ കാണിക്കുവാൻ, മാത്രമല്ല ഞാൻ വലിയ കുഴപ്പമില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ എല്ലാം അനുസരിച്ച് പോവുകയാണെന്നുള്ള ഒരു ചിന്ത നമ്മിൽ ഉള്ളപ്പോഴും കർത്താവ് നമുക്ക് ബോധ്യം തരികയാണ്, ചിലത് നീ വിറ്റിട്ടുണ്ടോ, നീ വിലയേറിയായി കരുതുന്ന പലതും നിനക്ക് വിട്ടുകളയാൻ കഴിയുന്നുണ്ടോ, അത് മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് കർത്താവിനെ വേദന അനുഭവിക്കുന്നവരെ സഹായിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിപ്പാൻ കഴിയുന്നുണ്ടോ, അപ്പോഴാണ് നീ സൽഗുണപൂർണ്ണനായി മാറുന്നത്. അല്ലാതെ ഞാൻ എല്ലാ കൽപ്പനകളും പ്രമാണിക്കുന്നു, ഞാനൊന്നും മുടങ്ങാതെ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ള ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് കർത്താവിലേക്ക് മനം തിരിഞ്ഞു വരുവാൻ കഴിയണം. അവൻ ഏറെ സമ്പത്തുള്ളവനായതുകൊണ്ട് ആ യുവാവ് അവൻ മാനസാന്തരമില്ലാത്ത ദുഃഖത്തോടെ, അനുതാപമില്ലാത്ത ദുഃഖത്തോടെ തൻ്റെ പഴയ വഴിയിലേക്ക് താൻ കടന്നു പോവുകയാണ്. നാം ഈ ദിവസങ്ങളിൽ അനുതാപമില്ലാത്ത ദുഃഖത്തോടെ, പലരും അങ്ങനെ ജീവിക്കുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല, അപകർഷത ബോധത്തോടെ, ദുഃഖത്തോടെ, കണ്ണുനീരോടെ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. മാനസാന്തരം മാത്രം സംഭവിക്കുന്നില്ല. അത് ഈ യുവാവിലൂടെ ദൈവം നമുക്കത് ബോധ്യം തരികയാണ്. അതുകൊണ്ട് വിറ്റുകളയുന്നത് വേദനാത്മകമായിരിക്കാം. ചിലത് വിട്ടുകളഞ്ഞ് ചിലരെ സഹായിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിക്കുമ്പോഴാണ് നാം സൽഗുണപൂർണ്ണരായി ദൈവത്തിൻ്റെ സൽഗുണം നമ്മിലൂടെ വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. ഇതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവിൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സൽഗുണത്തിൻ്റെ താല്പര്യം നമ്മിലൂടെ പൂർണ്ണമാകുവാൻ ഈ കർത്താവിൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുന്ന നാളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മിലൂടെ വെളിപ്പെട്ടു വരട്ടെ.